പെരിയ കേസിലെ വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലാതെ ഇരകളുടെ കുടുംബം കൊലക്കുറ്റം തെളിഞ്ഞവർക്ക് വധശിക്ഷ നൽകുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വിധിപ്രസ്താവം ഉണ്ടായത് കൊച്ചിയിലാണെങ്കിലും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും പെരിയയിലെ ശവകുടീരങ്ങളിൽ വിങ്ങുന്ന ഓർമ്മകൾ സ്പന്ദിച്ചു. കൃപേഷിന്റെ അമ്മ ബാലാമണി, സഹോദരി കൃപ, ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ എന്നിവർ സ്മൃതി മണ്ഡപത്തിലിരുന്നാണ് വിധിപ്രസ്താവം കേട്ടത്. പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിന് പിന്നാലെ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. തുടർന്ന് കുടുംബാംഗങ്ങളും പ്രവർത്തകരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇരട്ട ജീവപര്യന്തത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും വിധി ആശ്വാസം നൽകുന്നതാണെന്നും എല്ലാ പ്രതികളെയും ശിക്ഷിക്കാൻ ആവശ്യമായ നടപടി വേണമെന്നും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞു. പരിപൂർണം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 6 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം കണ്ടു. പക്ഷെ അത് അത്രയ്ക്കും കാഠിന്യമേറിയ ഒരു പ്രവർത്തനമായിരുന്നു. ഇത് മറ്റൊരു വ്യക്തിയോടല്ലല്ലോ, നമ്മൾ ഏറ്റുമുട്ടിയത് തന്നെ പറയാം, ഒരു സർക്കാരിനോട് ഏറ്റുമുട്ടുക. വിങ്ങി പൊട്ടിക്കൊണ്ടാണ് കൃപേഷിന്റെ അമ്മയും സഹോദരിയും പ്രതികരിച്ചത്. ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും 6 വർഷമായി കാത്തു നിൽക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചി CBI കോടതി വരാന്തയും വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി. വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ കുടുംബാംഗങ്ങളെ കോൺഗ്രസ് നേതാക്കൾ ചേർത്ത് പിടിച്ചു. വിധിയിൽ തൃപ്തിയില്ലെന്നും 8 പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും കൊച്ചിയിൽ വിധി കേട്ട കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഈ വിധിക്ക് സന്തോഷമാണ്. ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് വലിയ വിഷയമാണ്. 5 വർഷമാണ് അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവനും കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടില്ല. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. സ്മൃതി മണ്ഡപത്തിലെത്തിയ പ്രവർത്തകർ CBIക്ക് പിന്തുണ അറിയിച്ച് മുദ്രാവാക്യം വിളിച്ചു. ന്യൂസ് മലയാളം, കാസർഗോഡ്.